ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലഞ്ഞി പൂക്കൾ എന്ന് പറയുന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക്, കമന്റ് എന്നിവ നൽകി നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് യൂട്യൂബിൽ നിന്ന് നമുക്ക് എങ്ങനെ വരുമാനം നേടാം. അപ്പം നിങ്ങളൊരു യൂട്യൂബറാണോ? നിങ്ങൾ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ തുടക്കക്കാരാണോ? തുടക്കക്കാർ പലപ്പോഴും വിചാരിക്കുന്നത് യൂട്യൂബിൽ നിന്ന് വരുമാനം നേടിയെടുക്കാൻ വളരെ പ്രയാസമാണ് എന്നാണ്. എന്നാൽ നമ്മൾ യൂട്യൂബിൽ നിന്ന് വരുമാനം നേടിയെടുക്കുന്നതിന് നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാർക്കും വളരെ എളുപ്പത്തിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം നേടാൻ സാധിക്കും. അതിന് നമ്മൾ ചെറിയ ചെറിയ ചില പൊടിക്കൈകൾ ചെയ്താൽ മാത്രം മതിയാകുന്നതാണ്. എന്താണ് ആ പൊടിക്കൈ എന്നല്ലേ? നമ്മൾ സാധാരണയായിട്ട് യൂട്യൂബ് തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾക്ക് അഭിനയം അറിയണം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നൃത്തം ചെയ്യുന്നവരാണ്, നമ്മൾ നൃത്തം ചെയ്യണം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാട്ട് പാടാൻ അറിയണം. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു യൂട്യൂബർ ആവൂ എന്നാണ് നമ്മുടെ ധാരണ. അപ്പോൾ ഒരു സാധാരണക്കാർ യൂട്യൂബിലേക്ക് കടന്നു വരുന്ന ഒരാളുടെ ഒരു ധാരണ ഇങ്ങനെയാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെയൊന്നും മലമറിക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ, വളരെ ഈസി ആയിട്ട് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മൾ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി, അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ജീവിതവുമായി ബന്ധപ്പെടുത്തി, കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തി, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു യൂട്യൂബ് തുടങ്ങി. ഈ യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ യൂട്യൂബ് പറയുന്ന 3 ക്രൈറ്റീരിയ ഉണ്ട്. ഈ 3 ക്രൈറ്റീരിയ ആ ഒരു ഘട്ടം പൂർത്തിയാക്കിയാൽ നമുക്ക് യൂട്യൂബ് ഒരുപാട് ഏണിങ്സ് ഒക്കെ തരുമെന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം വേറൊന്നുമല്ല. നമുക്ക് ഒരു വർഷം കൊണ്ട് 1000 സബ്സ്ക്രൈബർ തികയണം. അതുപോലെ തന്നെ 4000 വാച്ച് അവറും നമ്മൾ പൂർത്തിയാക്കിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്നും ഒരു നിശ്ചിത തുക വരുമാനം ലഭിക്കും. ഇനി യൂട്യൂബിൽ നിന്ന് നമുക്ക് ഈ 1000 സബ്സ്ക്രൈബർ നമ്മളാക്കി, അതുപോലെ 4000 വാച്ച് അവറും ആയി. എന്നാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം വെറുതെ കിട്ടുമോ? ഇല്ല. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിടുന്ന ഓരോ വീഡിയോയ്ക്കും 1000 വ്യൂസ് നേടിയെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്നും സ്ഥിരമായിട്ട് ഒരു വരുമാനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ 1000 വ്യൂവേഴ്സോ അതല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലോ ആയാൽ, ഇപ്പം നമ്മൾ കുറഞ്ഞത്, നമ്മളൊരു യൂട്യൂബർ ആണെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് ഒരു ദിവസം കുറഞ്ഞത് ഒരു 3 ഷോർട്ടും, എൻ്റെ ഒരു അനുഭവം പറയുകയാണ്, ഒരു 3 ഷോർട്ടും അതുപോലെ തന്നെ ഒരു 2 ലോങ് വീഡിയോയും ഒക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്നും ഒരു സ്ഥിര വരുമാനം ലഭിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ 4000 വാച്ച് അവർ നമുക്ക് തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പം 4000 വാച്ച് അവർ തികയണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് കൂടുതൽ ഷോർട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമുക്ക് കൂടുതൽ നമ്മൾ ലോങ് വീഡിയോകൾ കൊടുത്താൽ മാത്രമേ നമുക്ക് വാച്ച് അവറും സബ്സ്ക്രൈബറും കൂടുകയുള്ളൂ. അപ്പം തുടക്കക്കാർക്ക് ഒരു സംശയം കാണും, ഈ പറയുന്ന സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും ഒക്കെ നമുക്ക് കിട്ടുമോ? 3 മാസം കൊണ്ടും 2 മാസം കൊണ്ടും ഒക്കെ ഇത് നേടിയവർ ഉണ്ടാകും. പക്ഷേ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞത് 6 മാസം കൊണ്ട് അവർക്ക് യൂട്യൂബിൽ നിന്നും ഇതുപോലെ വരുമാനം നേടാൻ സാധിക്കും. അപ്പം യൂട്യൂബിൽ നിന്ന് വരുമാനം നേടാൻ നമ്മൾ മാസങ്ങളോളം കാത്തിരിക്കേണ്ട, വർഷങ്ങളോളം കാത്തിരിക്കേണ്ട. പക്ഷെ നമ്മൾ മനസ്സ് വെച്ചാൽ മാത്രമേ നമുക്ക് വരുമാനം ലഭിക്കുകയുള്ളൂ. ഇനി ആ മനസ്സ് എങ്ങനെ ഉണ്ടാകണം? നമ്മൾ ആവശ്യക്കാരാണ്. ആവശ്യക്കാർക്ക് ഔചിത്യമില്ല എന്ന് പറഞ്ഞതുപോലെ എന്ത് വീഡിയോയും നമുക്ക് കിട്ടുന്ന എന്ത് വീഡിയോയും
നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് വീഡിയോസ് ആയാലും ഷോർട്ടായാലും നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. പക്ഷേ ഇനി അപ്പോൾ പലരും വിചാരിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ ആരെങ്കിലുമൊക്കെ ഇട്ട വീഡിയോസ് നമുക്ക് കോപ്പി അടിച്ച് ഇടാം, അല്ലെങ്കിൽ ഇപ്പോൾ പാട്ട് നമ്മൾ പാടുമ്പോൾ അത് ഡയറക്റ്റായിട്ട് ആ ഒരു മ്യൂസിക്കോട് കൂടി നമ്മൾ പാടിക്കഴിഞ്ഞാൽ അവിടെ കോപ്പി റൈറ്റ് വരും. അപ്പോൾ ആ കോപ്പി റൈറ്റ് നമ്മൾ ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ആനുകൂല്യങ്ങളൊക്കെ കിട്ടി നമുക്ക് യൂട്യൂബിൽ നിന്ന് സ്ഥിരമായിട്ടൊരു വരുമാനം ലഭിക്കുകയുള്ളൂ. കോപ്പി റൈറ്റ് വന്നു കഴിഞ്ഞാൽ പലർക്കുമുള്ളൊരു സംശയമാണ്, കോപ്പി റൈറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ കോപ്പി റൈറ്റ് പരമാവധി നമ്മൾ ഒഴിവാക്കുക തന്നെ ചെയ്യണം. അങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ ഇടാൻ പരമാവധി നമ്മൾ ഒഴിവാക്കുക. കാരണം കോപ്പി റൈറ്റ് വരുന്ന വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ യാതൊരുവിധ ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, കോപ്പി റൈറ്റ് വരാതെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ആയാലും ഷോർട്ടുകളായാലും നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഒരു സാധാരണ ജീവിതം നമ്മുടെ വീട്ടിൽ പലരും ഇപ്പോൾ നമ്മൾ ഏത് മേഖലയിലാണ് ബെറ്റർ എന്ന് നമ്മൾ അറിയണം. ഇപ്പോൾ ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും താല്പര്യം, അപ്പോൾ കുക്കിംഗ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ വിജയിക്കും. ഇനി ചിലർക്ക് ന്യൂസ് അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് അങ്ങനെ വീഡിയോസും ഷോർട്ടും ഒക്കെ ഉണ്ടാക്കുന്നവരായിരിക്കാം. അപ്പോൾ ആ മേഖലയിലായിരിക്കും ചിലർക്ക് അവരുടെ കഴിവ് വ്യക്തമാക്കുന്നത്. ഇനി ചിലർക്ക് ആർട്ട്, ചിലർക്ക് ക്രാഫ്റ്റ്, ഇനി ചിലർക്ക് മ്യൂസിക്, ചിലർക്ക് ഡാൻസ്, ചിലർക്ക് പാട്ട്, അങ്ങനെ ഏത് മേഖലയിലാണോ നമുക്ക് കഴിവുള്ളത് ആ മേഖലയിലൂടെ നമുക്ക് യൂട്യൂബിലേക്ക് വരാം. ഇനി ഇതൊന്നുമില്ല, ഇതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂട്യൂബിൽ നമുക്ക് ഡാൻസ് കളിക്കാൻ അറിയത്തില്ല, പാട്ട് പാടാൻ അറിയത്തില്ല, വേറൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാം. നമ്മൾ രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നതിന് ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് വീഡിയോസായിട്ടും ഷോർട്ടായിട്ടുമൊക്കെ നമ്മൾ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് ഫാമിലി വ്ലോഗ് ചെയ്യുന്നവർ ഒരുപാട് പേര് വിജയിച്ചിട്ടുള്ള ഒരു മേഖലയാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തുടക്കക്കാരായാലും നമ്മൾ സാധാരണ നിലയിൽ ജീവിക്കുന്നവരായാലും ഏത് മേഖലയിൽ ഉൾപ്പെടുന്നവരായാലും നമുക്ക് യൂട്യൂബിൽ നിന്ന് നല്ലൊരു വരുമാനം ലഭിക്കും. കാരണം നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ പ്രയത്നിച്ചാൽ മതി. അപ്പോൾ സാധാരണ രീതിയിലുള്ള ആ ഒരു പ്രയത്നം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ നമ്മുടെ 4000 വാച്ച് അവറും വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കും. അപ്പം 4000 വാച്ച് അവർ നമ്മൾ കണക്ക് കൂട്ടും. 4000 വാച്ച് അവർ വരണമെങ്കിൽ 3-4 മാസം കൊണ്ടൊക്കെ നമ്മളെ കൊണ്ട് നടക്കുമോ? ഉറപ്പായിട്ട് നടക്കും. കാരണം നമ്മൾ ഇടുന്ന ലോങ് വീഡിയോയുടെ എണ്ണം ഒന്ന് വർദ്ധിപ്പിക്കുക. അപ്പം നമ്മൾ യൂട്യൂബിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കുക ഇതിലേതൊക്കെ വീഡിയോകളാണ് മികച്ച രീതിയിൽ ഓടുന്നത്, അപ്പോൾ അല്ലെങ്കിൽ നമ്മളിട്ട വീഡിയോസിൽ ഏതാണ് മികച്ച രീതിയിൽ പോകുന്നത്. അപ്പം അങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിലൂടെ നമുക്കും നല്ലൊരു വരുമാനം നേടിയെടുക്കാൻ സാധിക്കും. യൂട്യൂബ് എന്ന് പറയുമ്പം യൂട്യൂബ് ഇങ്ങനെ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുകയാണ്. ഒരുപാട് അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനുമുള്ള അവസരം അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പരമാവധി നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുക. അതുവഴി നമുക്ക് ഈ പറഞ്ഞ 1000 സബ്സ്ക്രൈബറും 4000 വാച്ചവറും പൂർത്തിയാക്കി നല്ലൊരു വരുമാനം നിങ്ങൾക്കും സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും
ഇതുപോലുള്ള മോട്ടിവേഷൻ വീഡിയോയുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. അതിനു മുമ്പ് ഒന്നുകൂടി പറയാം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ ലൈക്ക്, കമൻറ്റ് എന്നിവ നൽകി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് ഇടുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.